ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മാത്സ് അധ്യാപകൻ രാഹുൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിളിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ വൃത്തങ്ങൾ. അപ്പോൾ 8ലും 9ലും ഒക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും അതൊക്കെ മറന്നിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി അത് ചെറുതായിട്ടൊന്ന് പറയാം. അപ്പോൾ ഈ പാഠം പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിന്റെ 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മളോട് പോകുമ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും. അപ്പൊ തൽക്കാലം ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഒന്ന് റേഡിയസ് അല്ലെങ്കിൽ ആരം, ഡയമീറ്റർ, വ്യാസം, കോൺ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയും. ഈ 3 കാര്യങ്ങൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യം പറയുന്നത് റേഡിയസ് അല്ലെങ്കിൽ ആരത്തെ കുറിച്ചാണ്. സർക്കിൾ എന്താണെന്നൊക്കെ എല്ലാ കൂട്ടർക്കും അറിയാം. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ പോകുന്നില്ല. അതായത് ഒരു പോയിന്റിൽ നിന്നും നിശ്ചിത അകലത്തിലുള്ള മറ്റനേകം ബിന്ദുക്കളുടെ കേന്ദ്രമാണ് അല്ലെങ്കിൽ കൂട്ടമാണ് വൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും ഇതൊരു വൃത്തം വരച്ചിരിക്കുകയാണ്. ഈ വൃത്തത്തിന്റെ മധ്യബിന്ദുവാണ്, കേന്ദ്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന നേർരേഖകളെയാണ് ആരം എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്ക് ധാരാളം ആരങ്ങൾ വരയ്ക്കാം. അപ്പൊ നമ്മൾ വണ്ടിയുടെയൊക്കെ വീലുകൾ നോക്കുകയാണെങ്കിൽ അതിലെ സ്പോക്സ് അല്ലെങ്കിൽ കമ്പികളില്ലേ, അപ്പൊ ആ കമ്പികളെ നമുക്ക് വേണമെങ്കിൽ ആരമായിട്ട് ഉപമിക്കാം. അപ്പോൾ കേന്ദ്രത്തിൽ നിന്നും ഇല്ലേ ഈ പറയുന്ന വീലിലേക്ക് വരച്ചിരിക്കും. അപ്പൊ ഈ ഒരു വണ്ടിയുടെ വീലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ ഊഹിക്കുന്നെങ്കിൽ ഇത് കേന്ദ്രമാണ്. അവിടെ നിന്നാണ് കാണിച്ചിരിക്കുന്ന സ്പോക്സ് ആണ് വരച്ചിരിക്കുന്നത്. ഇതിനെല്ലാം ആരം എന്ന് വിളിക്കുന്നത്. ഈ ആരം സൂചിപ്പിക്കുന്ന അക്ഷരം ആറാണ്, ചെറിയ അക്ഷരം ആർ. ഇഷ്ടം പോലെ എത്ര ആരങ്ങൾ വരയ്ക്കാൻ പറ്റും, ധാരാളം ആരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. ഇതാണ് ആരം എന്ന്. ഇതിന് അടുത്തത് ഡയമീറ്റർ ആണ് അല്ലെങ്കിൽ വ്യാസമാണ്. അപ്പൊ എന്താണ് വ്യാസം എന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇതൊരു വൃത്തം വരച്ചു. വൃത്തത്തിന്റെ വ്യാസത്തെ 2 ആരങ്ങൾ കൂടുമ്പോഴാണ് ഒരു വ്യാസം കിട്ടുന്നത്. തമാശയ്ക്ക് പറയുന്നത് ആരത്തിന്റെ ചേട്ടനാണ് വ്യാസം എന്നൊക്കെ. ഇന്ന് അതുപോലെ പറയാം. എന്താണ്ടേ, ഇവിടെ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നമ്മൾ കേന്ദ്രത്തിലേക്ക് ഒരു ആരം വരച്ചു. അതേ പോയിന്റിൽ നിന്ന് നമ്മൾ ഇതിന്റെ ഈ എയുടെ എതിർവശത്തേക്കുള്ള മറ്റൊരു ബിന്ദുവായ ബിയിലേക്ക് നമ്മൾ വീണ്ടും ഒരു ആരം വരച്ചു. അപ്പോൾ എയും ബിയും എതിർവശത്തെ പോയിന്റുകളായിരിക്കണം, ഒരിക്കലും വളയരുത്. അപ്പൊ അങ്ങനെ 2 ആരങ്ങൾ കൂടിച്ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒരു വ്യാസം കിട്ടി അല്ലെ. ഇപ്പൊ 2 ആരങ്ങൾ കൂടിച്ചേരും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, അതായത് വൃത്തത്തിലെ 2 ബിന്ദുക്കൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്നതും കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നതുമായിട്ടുള്ള നേർരേഖയാണ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയാം. 2 ആരങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു വ്യാസം കിട്ടുന്നത്. അപ്പൊ നേരെ ഇത് പറയാം, ആ വ്യാസത്തിന്റെ പകുതിയാണ് ആരം എന്ന് പറയാം. ഇനി അടുത്തത് ഞാനാണ്, കോഡ്. അത് പറയാം. കോഡിന്റെ പ്രത്യേകത, വൃത്തത്തിലെ ഏതെങ്കിലും ഒരു 2 ബിന്ദുക്കൾ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന നേർരേഖയാണ് കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് വിളിക്കുന്നത്. അത് വൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. കടന്നു പോകാതിരിക്കുകയാണ് ചെയ്യും. അപ്പോ ഈ 2 പോയിന്റും, ഇത് പി എന്ന് പറയുന്ന പോയിന്റ്, ഇത് ക്യൂ എന്ന് പറയുന്ന പോയിന്റ്, പി ക്യൂ ചേർത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു കോഡ് വരച്ചു. ഓക്കെ, അപ്പൊ വൃത്ത കേന്ദ്രത്തിലൂടെ ഒന്ന് വരയ്ക്കുകയാണ് ഞാൻ. ഇത് വൃത്ത കേന്ദ്രമാണെങ്കിൽ നോക്കുക, ഇവിടെ ഞാൻ പി ക്യൂ എന്ന് പറയുന്ന ഒരു ചെറിയ കോഡ് വരച്ചു. അതുപോലെ എ ബി എന്ന് പറയുന്ന വേറെ വലിയൊരു കോഡ് വരച്ചു അല്ലെ. അപ്പോ എ ബി കോഡുമാണ്, ഡയമീറ്ററുമാണ്. അപ്പൊ ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ കോഡ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം, നമുക്ക് ഡയമീറ്റർ ആണ് പറയാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, നേരത്തെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചതാണ്. ആരം തന്നാൽ വ്യാസം കാണാനും വ്യാസം തന്നാൽ ആരം കാണാനും ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇത്രയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ ഇനി നമുക്ക് പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി കൺസെപ്റ്റ്സ് അബൌട്ട് ട്രയാങ്കിൾ ഇൻ എ സെമി സർക്കിൾ. അതായത് അർദ്ധവൃത്തത്തിൽ ഉണ്ടാകുന്ന ത്രികോണത്തിന്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇതൊരു അർദ്ധവൃത്തമാണ് അല്ലെങ്കിൽ സെമി സർക്കിൾ, അതായത് കറക്റ്റ് വൃത്തത്തിന്റെ പകുതിയാണ്, പകുതിയാണ്. ഈ അർദ്ധവൃത്തത്തില് നമുക്കറിയാം, ഈ താഴെ കാണിക്കുന്നത് എന്താണ്, ഡയമീറ്റർ ആണ്. ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസമാണ്. ഇത് കേന്ദ്രം. അപ്പൊ ഈ ഡയമീറ്റർ 2 എൻഡ് പോയിന്റ്സ് ഉണ്ടല്ലോ, ഈ 2 എൻഡ് പോയിന്റ്സ് ഇത് തമ്മിൽ ചേർത്തതാണ് അതിന് 3ാമത്തെ പോയിന്റ് സർക്കിളിലാകുന്ന രീതിയിൽ ഞാനൊരു ത്രികോണം വരയ്ക്കാം അല്ലെങ്കിൽ ട്രയാങ്കിൾ വരയ്ക്കാം. എന്ന് പറയാം,
ഈ ഡയമീറ്ററിന് രണ്ട് എൻഡ് പോയിന്റ്സ് എൻഡിൽ നിന്നും വൃത്തത്തിലേക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരച്ചുണ്ടാകുന്ന ട്രയാങ്കിളിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. ഇങ്ങനെ ഈ അർദ്ധവൃത്തത്തിൽ ഈ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ത്രികോണം ഒരു മട്ട ത്രികോണമാണ് അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. അതായത് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ പോയിന്റിൽ ഇഷ്ടമുള്ള പോയിന്റിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ ധാരാളം പടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് തന്നെ ഇങ്ങനെ അനേകം ത്രികോണങ്ങൾ വരയ്ക്കാം. ഇങ്ങനെ ഈ രീതിയിൽ ഈ നിയമം അനുസരിച്ച് വരയ്ക്കാൻ കഴിയുന്ന എല്ലാ ത്രികോണങ്ങളും എന്തായിരിക്കും? റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെങ്കിൽ മട്ട ത്രികോണമാണ്. അപ്പൊ ആംഗിൾ അതായത് മട്ട ത്രികോണങ്ങൾ അതായത് നമുക്ക് തിരിച്ചു പറയാം, അതായത് സെമി സർക്കിൾ ഉണ്ടാകുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? മട്ട ത്രികോണമാണ് അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറയാം. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിന്റെ ധാരാളം പടങ്ങൾ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാര് തീർച്ചയായിട്ടും അതൊന്ന് വായിച്ചു നോക്കണം. സാധാരണ കണക്കാണ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആണെന്ന് പുസ്തകം വായിച്ചു നോക്കാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആവരുത്. മറ്റേത് പുസ്തകം വായിക്കുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും മാത്സിന്റെ പുസ്തകങ്ങളും തീർച്ചയായിട്ടും വായിക്കണം. ധാരാളം എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നോക്കുക. ഇതുപോലുള്ള പടങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അപ്പോൾ പറയുന്ന പോലെ തന്നെ സെമി സർക്കിളിലെ ആംഗിൾ സെമി സർക്കിൾ ഉണ്ടാകുന്ന ട്രയാംഗിൾ എന്താണ്? റൈറ്റ് ട്രയാംഗിൾ ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ എക്സസൈസിലോട്ട് പോവുകയാണ്. ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് പേജ് നമ്പർ 42 42ാമത്തെ പേജിലെ എക്സസൈസുകളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നിന് വായിക്കാം. Suppose we draw a circle with the bottom side of triangles in the picture as diameter. Find out whether the top corner of each triangle is inside the circle, on the circle or outside the circle. ഒരു സിമ്പിൾ ഒരു ചോദ്യമാണ്. എപ്പോഴും ഓണപരീക്ഷ അടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് മസ്റ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് പഠിച്ചിട്ട് കഴിഞ്ഞാൽ ഇതേപോലുള്ള ധാരാളം ചോദ്യങ്ങൾ നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട്, 70 ഡിഗ്രി വരുന്ന ഒരു വലിയ ത്രികോണം. അതിന്റെ അകത്ത് രണ്ട് ട്രയാങ്കിൾ, അതായത് ഇതേ ബേസ് തന്നെ വരുന്ന രണ്ട് ട്രയാങ്കിൾ, വേറെ രണ്ട് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നമുക്ക് കോണുകൾ തന്നിട്ടുണ്ട്. ഇത് 70 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 110 ഡിഗ്രി. ഓക്കെ, ഈ മൂന്ന് ആംഗിൾ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഈ താഴത്തെ വശം, ഈ മൂന്ന് ട്രയാങ്കിളിന്റെയും താഴത്തെ വശം എന്താണ്? സെയിം ആണല്ലോ, കോമൺ സൈഡാണ്. ഈ സൈഡ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് വെർട്ടെക്സിന്റെയും പൊസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ മൂന്ന് മൂലകൾ 70 ഡിഗ്രി അളവുമ്പോഴത്തേക്കും ഈ മൂല, ഇത് അങ്ങനെ മൂന്ന്, നമുക്ക് വേണമെങ്കിൽ പേര് കൊടുക്കാം എ ബി സി. ഈ എയും ബിയും സിയും എവിടെ വരും? വൃത്തത്തിനകത്തും വരുമോ, പുറത്തു വരുമോ, വൃത്തത്തിൽ തന്നെ വരുമോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ വരച്ചു നോക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം നമുക്ക് ഒരു ഡയമീറ്ററിന്റെ അളവൊന്നും തന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വരച്ചു നോക്കിയല്ല കണ്ടുപിടിക്കുന്നത്. ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ വരച്ചു നോക്കി ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും അത് തെറ്റാണ്. കാരണം ഇവിടെ ഇതിന്റെ മെഷർമെന്റ് തന്നിട്ടില്ല, അളവ് തരാത്തതുകൊണ്ട് നമുക്ക് ഒരിക്കലും വരച്ചു നോക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, നമുക്ക് ഇനി ചെയ്തു തുടങ്ങാം. ഈ താഴത്തെ വശം ഡയമീറ്റർ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ വ്യാസമാക്കിക്കൊണ്ട് ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ അത് എവിടെ ഈ പറയുന്ന എയും ബിയും സിയുടെ അവിടെ ഉണ്ടാകുന്ന സ്ഥാനമാറ്റങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം അർദ്ധവൃത്തത്തിലെ കോൺ എന്താണ്? മട്ടകോണാണ്. അല്ലെങ്കിൽ സെമി സർക്കിൾ ഉണ്ടാകുന്ന ആംഗിൾ എന്താണ്? റൈറ്റ് ട്രയാംഗിൾ ആണ്, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണ് അവിടെ മേലിൽ ഉണ്ടാകുന്നതെന്ന് കുറച്ചൊന്നും പഠിച്ചു. ആ ഒരു കൺസെപ്റ്റ് ആണ്, ആ ഒരു ഐഡിയ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ എവിടെയാണ് റൈറ്റ് ആംഗിൾ വന്നിരിക്കുന്നത്? ഇവിടെയാണ് അല്ലെ? അപ്പോ ഈ താഴത്തെ വശം ഡയമീറ്റർ, ഈ വശം ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ആയിരിക്കും ഈ സർക്കിൾ കടന്നു പോകുന്നത്. കാരണം എന്താ? ഈ താഴത്തെ വശം ഡയമീറ്റർ ആക്കിക്കൊണ്ട് വരച്ചു കഴിയുമ്പോൾ ഇതെന്താണ്? ഒരു സെമി സർക്കിൾ ആണ് ഉണ്ടാകുന്നത്. ഈ സെമി സർക്കിളിലെ ആംഗിൾ എവിടെയാണ്? അല്ലെങ്കിൽ സെമി സർക്കിൾ ഉണ്ടാകുന്ന ആംഗിൾ എന്താണ്? 90 ഡിഗ്രി ആണ്. നോക്കിക്കേ, ബി എന്തായി? 90 ഡിഗ്രി ആണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് കറക്റ്റ് ബിയിൽ കൂടി ആയിരിക്കും ഈ സർക്കിൾ കടന്നു പോകുന്നത്. അപ്പൊ പറയാം, നോക്കിക്കേ, ഈ സർക്കിള്
എ എന്താണ്? സർക്കിളിന് വെളിയിലാണ്. എ എന്താണ്? എ ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ. അതായത് എ എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിന്, ഈ പറയുന്ന അർദ്ധവൃത്തത്തിന് പുറത്താണ്. ബി എന്ന് പറയുന്നത്, ബി ഈസ് ഓൺ ദ സർക്കിൾ. ബി എന്താണ്? ഓൺ ദ സർക്കിൾ ആണ്, വൃത്തത്തിൽ, വൃത്തത്തിനകത്തല്ല, വൃത്തത്തിലാണ്. അടുത്ത സി എന്താണ്? സി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. സി ഈസ് ഇൻസൈഡ് ദ സർക്കിൾ, അതായത് വൃത്തത്തിന്റെ ഉള്ളിലാണ് സി എന്ന് പറയുന്ന പോയിന്റ്. ഇത്ര സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന സെമി സർക്കിളിലെ ആംഗിൾ റൈറ്റ് ആംഗിൾ ആണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ ചോദ്യത്തിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാരണം ഈ ബി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? 90 ഡിഗ്രി ആണെന്ന് അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ വൃത്തം വരച്ച് നോക്കിയത്. അല്ലാതെ ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോ എ ഔട്ട്സൈഡ്, ബി ഓൺ ദ സർക്കിൾ, സി ഇൻസൈഡ്. ഇതുപോലെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു ട്രിക്കും കൂടി എന്ന് പറഞ്ഞേക്കാം. തമാശയ്ക്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നു? ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നു അല്ലെ? അറ്റൻഡ് ചെയ്യുമ്പോൾ മാർക്ക് കുറവാണെങ്കിൽ, നമ്മുടെ പരീക്ഷ എഴുതിയ മാർക്ക് കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിൽ കയറ്റുമോ? ഇല്ല. വീട്ടിൽ ചെറുപ്പം എന്ത് ചെയ്യും? പുറത്താക്കും എന്ന് പറയുന്ന പോലെ. അതായത് 90 പാസ് മാർക്ക് എന്ന് വിചാരിക്കുക. അപ്പൊ 90 കുറവാണെങ്കിൽ തോറ്റുപോകും, ഫെയിൽ ആവും. 90 കൂടുതലാണെങ്കിൽ എന്താണ്? നല്ല മാർക്കാണ്. കറക്റ്റ് 90 ആണെങ്കിൽ ജസ്റ്റ് പാസ്, അത്രേ ഉള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ മാർക്ക് കുറവാണെങ്കിൽ, നമ്മൾ പരീക്ഷ എഴുതി മാർക്ക് കുറവാണെങ്കിൽ, 90 കുറവാണ് കിട്ടിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വീടിന് ചവിട്ടി പുറത്താക്കും ഇല്ലേ? അപ്പൊ ഈ സെമി സർക്കിൾ വീടായിട്ട് കണ്ടാൽ മതി. സെമി സർക്കിൾ എന്ത് ചെയ്യാം? നോക്കിയേ, 90 ഡിഗ്രി കുറവാണ്. നോക്കിയേ, 70 ഡിഗ്രി നോക്കിയേ, കണ്ടോ? 70 ഡിഗ്രിയോടെ പോയി വീടിന് പുറത്ത് പോയി. കറക്റ്റ് 90 ഡിഗ്രി വന്നു. എവിടെയാ? കറക്റ്റ് നമ്മൾ വീട്ടിൽ കയറി. ജസ്റ്റ് നമുക്ക് അവിടെ നമുക്ക് വരാതെ നിൽക്കാനുള്ള ഒരു പെർമിഷൻ ഉണ്ട് വീട്ടുകാരൻ ഇല്ലേ? അതുകൊണ്ട് കുറച്ച് വഴക്കൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൽ അകത്ത് കയറി. നമുക്ക് അതിനേക്കാളും 90 ഡിഗ്രിക്കാളും കൂടുതലാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ സി വീട്ടിനകത്തേക്ക് പോയി. ഈ ഒരു കൺസെപ്റ്റാണ്, ജസ്റ്റ് ഒരു തമാശ കൊണ്ട് പറഞ്ഞതാണ്. അപ്പം എന്താണ്? ലെസ് ദാൻ 90 ഡിഗ്രി ആണെങ്കിൽ, 90 ഡിഗ്രി കുറവാണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും? ഈ പറയുന്ന സെമി സർക്കിളിന് പുറത്തു പോകും. കറക്റ്റ് 90 ഡിഗ്രി ആണെങ്കിൽ കറക്റ്റ് എവിടെ ആയിരിക്കും? ഓൺ ദ സർക്കിൾ, അല്ലെങ്കിൽ വൃത്തത്തിലായിരിക്കും. 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന സെമി സർക്കിളിന് അകത്തേക്ക് വരും. ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ മതി. വേറെ ഇതേപോലെ ധാരാളം ചോദ്യം നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് ചെയ്യാം തീർച്ചയായും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് വർക്ക് ചെയ്താൽ മതി. ഓക്കെ, നമ്മളിനി രണ്ടാമത്തെ ക്വസ്റ്റിനെ കിടക്കുകയാണ്. ഓക്കെ, 42ാമത്തെ പേജിലെ രണ്ടാമത്തെ കണക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഫോർ ഈച്ച് ഡയഗണൽ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ചെക്ക് വെദർ ദ അതർ 2 കോർണേഴ്സ് ആർ ഇൻസൈഡ്, ഓൺ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ വിത്ത് ദാറ്റ് ഡയഗണൽ ആസ് ഡയമീറ്റർ. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പടം. ABC ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ABCD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഒരു ചതുർഭുജം. ഈ ചതുർഭുജത്തിലെ ഡയഗണൽസ് വരച്ചിട്ടില്ല, അല്ലെങ്കിൽ വികരണം. അപ്പോ ഈ ഡയഗണൽസ് വരച്ചിട്ട് അത് ഡയമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരച്ചു കഴിയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവുന്ന വെർട്ടെക്സ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ 1, 2, 3, 4 ആംഗിൾ ഉണ്ട് നമുക്കറിയാം. ഓക്കെ, 3 ആംഗിൾ തന്നിട്ടുള്ളൂ, 4ാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ക്വാഡ്രിലാറ്ററൽ ABCDയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോ 3 ആംഗിൾ തന്നിട്ടുണ്ട്, 4ാമത്തെ ആംഗിൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, 4ാമത്തെ ആംഗിൾ A ആണ്. അത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറയാം. അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ഒരു ചതുർഭുജത്തിന്റെ ആകെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് നമുക്കറിയാം അല്ലെ? അപ്പോ 360 ഡിഗ്രിയാണ്. അപ്പോ തന്നിരിക്കുന്ന 3 കോണുകൾ കൂട്ടുക ആദ്യം. 105, 110, 55 ഡിഗ്രി അല്ലെ? ആ 3 കോണുകൾ കൂട്ടിയിട്ട് ടോട്ടൽ ആംഗിൾ ആയിട്ടുള്ള 360 നമ്മൾ എന്ത് ചെയ്യാണ്? സബ്ട്രാക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ 360 മൈനസ് 105, 110, 55 കൂട്ടുമ്പോൾ 270 ഡിഗ്രിയാണ്. 360യും 270 കുറച്ചാൽ 90 ഡിഗ്രി. അങ്ങനെ ആംഗിൾ A എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണ് എന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞ നമ്മൾ ചെയ്യാം. ഇതില് ഡയഗണൽസ് അല്ലെങ്കിൽ എന്താ വികരണങ്ങൾ എത്ര? ഒരു ക്വാഡ്രിലാറ്ററലിൽ എത്ര വികരണങ്ങൾ കാണും? 2 എണ്ണം ഉണ്ടാവും ഇല്ലേ? അതായത് 4 വശമായിട്ട് വരുന്ന ഒന്നിൽ എന്ത് ചെയ്യും? 2 വികരണങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പോവാണ്. ഞാൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത് BD ആണ്. BD എന്ന് പറയുന്ന ഒരു വികരണം അല്ലെങ്കിൽ ഒരു ഡയഗണൽ വരച്ചു. ഇനി പറയുന്നത് BD
ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടീസസ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർ എവിടെയാവും, അതായത് സർക്കിളിനകത്താണോ പുറത്താണോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബി ഡി ഞാനിപ്പോൾ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ബി ഡി ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാണ്. നമുക്കറിയാം ബി ഡിയുടെ ലെങ്ത് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് വരച്ചു നോക്കുക എന്നുള്ളത് എന്താണ്, പ്രാക്ടിക്കൽ അല്ല. അപ്പോ ഇനി നമ്മൾ ആദ്യം പഠിച്ച കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് സർക്കിളിന്റെ അകത്ത് വരുവാണെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ സെമി സർക്കിൾ ഉണ്ടാകുന്ന ആംഗിളിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചതാണ്. അതായത് സർക്കിളിലാണ് അല്ലെങ്കിൽ സെമി സർക്കിളാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി കുറവാണെങ്കിൽ സർക്കിളിന് പുറത്തു പോകും, 90 ഡിഗ്രി കൂടുതലാണെങ്കിൽ സർക്കിളിനകത്ത് വരും. ആ ഒരു കൺസെപ്റ്റാണ്. കുറച്ച് നമ്മൾ തമാശയൊക്കെ പറഞ്ഞത് ആ രീതി തന്നെ നമ്മൾ ചെയ്താൽ മതി. ഇത് ബി ഡി എന്ന് പറയുന്ന ഒരു ഡയഗണൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കി, ഇതിന് ബി ഡി ഡയഗണൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് രണ്ട് ആംഗിളാണ്, ആംഗിൾ എയും ആംഗിൾ സിയും. അപ്പോൾ ആംഗിൾ എ നോക്കിക്കേ, എ എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രിയാണ്. നമ്മൾ പറയും 90 ഡിഗ്രിയാണ്. ആംഗിൾ എ എത്രയാണ്, 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെങ്കിൽ എവിടെ വരും, ഓൺ ദ സർക്കിൾ ആയി. അതുകൊണ്ട് therefore A is on the സർക്കിൾ എന്ന് പറയാം. വരച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും, എ കറക്റ്റ് സർക്കിളിലായിരിക്കും വരുന്നത്. അടുത്തത് ഇതിന് ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയിട്ടുള്ള സി. സിയുടെ ആംഗിൾ നോക്കിക്കുക, എത്ര ഡിഗ്രിയാണ്, 55 ഡിഗ്രിയാണ്. 55 ഡിഗ്രി എന്താണ്, ആംഗിൾ സി സമയത്രയാണ് 55 ഡിഗ്രിയാണ്. 55 ഡിഗ്രിയാണ്. ഇതെന്താണ്, എപ്പോഴും 90 ഡിഗ്രിയെക്കാട്ടിലും കുറവാണ് അല്ലെ. 55 ഡിഗ്രി എത്രയാണ്, 90 ഡിഗ്രിയെക്കാട്ടിലും എന്താണ്, കുറവാണ്. നമ്മൾ പറഞ്ഞു മാർക്ക് കുറയുമ്പോൾ എവിടെ പോകും, വീടിന് പുറത്തു പോകുമെന്ന് പറഞ്ഞില്ലേ കുറച്ച് മുമ്പ്. എന്ന് പറയുന്ന പോലെ 90 ഡിഗ്രി കുറവുള്ള ആംഗിളാണ് വരുമ്പോൾ എന്ത് ചെയ്യും, അത് സർക്കിളിന് പുറത്തു പോകും. അപ്പൊ എന്ത് ചെയ്യും, സി ലൈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ എന്ന് പറയാം. അതായത് സിയുടെ സ്ഥാനം എവിടെ ആയിരിക്കും, സർക്കിളിന് പുറത്തായിട്ടായിരിക്കും വരുന്നത്. കാരണം സിയുടെ ആംഗിൾ എത്ര ഡിഗ്രിയാണ്, 55 ഡിഗ്രിയാണ്, 90 ഡിഗ്രിയും കുറവാണ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഡയഗണൽ. ബി ഡി ഡയഗണലായിട്ട് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ്, ടേക്കിംഗ് ബി ഡി ആസ് എ ഡയമീറ്റർ. അതായത് ബി ഡി ഡയമീറ്റർ ആക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ ബി ഡി വ്യാസമായി വരച്ചാൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എ എന്തായിരിക്കും, ഓൺ ദ സർക്കിൾ, കറക്റ്റ് വൃത്തത്തിലായിരിക്കും. സിയുടെ സ്ഥാനത്തായിരിക്കും, സർക്കിളിന് പുറത്തായിരിക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം എന്താണ്, എ സി. എ സി ഡയഗണൽ ഞാൻ ഒരു താല്പര്യം വരച്ചിട്ടുണ്ട്. താല്പര്യം വേണ്ടാണ് അങ്ങനെ വരച്ചത്, സ്ട്രെയിറ്റിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, എ സി നമ്മൾ ഡയഗണൽ വരച്ചിട്ടുണ്ട്. എ സി ഡയഗണൽ ആക്കിക്കൊണ്ട് വരയ്ക്കുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ ഏതൊക്കെയാണ് വരുന്നത്, ബിയും ഡിയുമാണ്. അപ്പൊ ബിയുടെയും ഡിയുടെയും സ്ഥാനമാണ് നമ്മൾ കണക്കാക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ്, ടേക്കിംഗ് എ സി ആസ് എ ഡയമീറ്റർ, അതായത് എ സി വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ, പറഞ്ഞു നോക്കാം. നമുക്ക് എ സി വ്യാസമായി വൃത്തം വരച്ചാൽ ഉണ്ടാകുന്നത് ബിയും ഡിയുമാണ്. ബി എത്രയാണ്, ആംഗിൾ ബി സമം എത്രയാണ്, 105 ഡിഗ്രിയാണ്. ഇത് എത്ര, എന്താണ്, 90 ഡിഗ്രിയെക്കാട്ടും എന്താണ്, വലുതാണ് അല്ലെ. 105 ഡിഗ്രി എപ്പോഴും 90 ഡിഗ്രിയേക്കാൾ എന്താണ്, വലുതാണ്. അതുപോലെ ആംഗിൾ ഡി എത്രയാണ്, 110 ഡിഗ്രിയാണ്. ഇത് എത്ര തന്നെയാ, 90 ഡിഗ്രിയെക്കാട്ടിലും കൂടുതലല്ലേ. കുറച്ചുകൂടെ പറഞ്ഞാൽ 90 ഡിഗ്രിയെക്കാട്ടിലും കൂടുതലാണ്. മാർക്ക് കൂടുതൽ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും, വീട്ടിനുള്ളിലേക്ക് കയറത്തില്ല എന്ന് പറയുന്ന പോലെ 90 ഡിഗ്രിയെക്കാട്ടിലും കൂടുതലായതുകൊണ്ട് ബിയും ഡിയും എവിടെ ആയിരിക്കും, ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും. ബി ഡി ആർ ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ. അതായത് ബിയുടെയും ഡിയുടെയും സ്ഥാനം സർക്കിളിന് ഉള്ളിലായിരിക്കും വരുന്നത്. ഓക്കെ, ഞാൻ വരച്ച് കാണിച്ചിട്ടില്ല, കാരണം നമുക്കറിയാം ഈ പറയുന്ന ഒരു സൈഡ് തന്നിട്ടില്ല, മെഷർമെന്റ് ഒന്നുമില്ല. അപ്പൊ വരച്ചു നോക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ തിയറിറ്റിക്കലി പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് 2 കണക്കുകൾ മാത്രമാണ്. രണ്ടും വളരെ സിമ്പിൾ കണക്കാണ്. അപ്പൊ തീർച്ചയായിട്ടും കുട്ടികൾ അത് വീട്ടിൽ പോയി ചെയ്ത് പഠിക്കുക. തീർച്ചയായിട്ടും ചെയ്ത് പഠിക്കണം. മാത്സ് സംബന്ധിച്ചോളം ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണം കിട്ടത്തുള്ളൂ. തീർച്ചയായിട്ടും ചെയ്ത് പഠിക്കുക.
അപ്പോൾ ഇതേപോലുള്ള ധാരാളം ഈ പറയുന്ന ഇതിൽ ആംഗിൾസ് ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് തന്നെ പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കാം. തീർച്ചയായിട്ടും ചെയ്ത് പഠിക്കുക. പിന്നെ മാത്സിനെ കുറിച്ചോളം പറയുന്നത് എല്ലാവരും കുറ്റം പറഞ്ഞ സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്സിനെ ഒരു ഞാൻ പറയാണ്, കഷ്ടപ്പെട്ട് പഠിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. എന്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.